Amina, bye bye. Okay, Sankar Birda Amina. Hello guys, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 1-ാം തീയതിയാണ്. ഞാൻ ശരിക്കും കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ പറഞ്ഞിരുന്നു ഇന്ന് വീഡിയോ ഉണ്ടാവില്ല. പക്ഷെങ്കിൽ സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി ഇന്ന് കാർഗോണ്ട് അവിടെ സബ്മിറ്റ് ചെയ്യാൻ അവർ പെർമിഷൻ തന്നിട്ടുണ്ട്. അങ്ങനെ അപ്പം ഞാൻ വിളിച്ചു ഓക്കെ നമുക്കിന്ന് കാർഗോൻ്റെ വീഡിയോ ചെയ്യണമല്ലോ, അതുകൊണ്ട് ഇന്ന് വീഡിയോ ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ ആമിന റെഡിയാണ്. ശരിക്കും പാക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ പോകുന്നത്. ഇതിനുള്ളിൽ എൻ്റെ റൈഡിങ് ബൂട്ടും കാര്യങ്ങളൊക്കെ ഇടിച്ചിട്ടുണ്ട്. പിന്നെ ജാക്കറ്റും പാൻറ്റും ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ പാനിയേഴ്സിനുള്ളിലൊക്കെ മീൻസ് അയക്കേണ്ട സാധനങ്ങൾ മാത്രം പാനിയേഴ്സിനുള്ളിൽ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഒരു കോലത്തിലാണ് ഡ്രൈവ് ചെയ്യുന്നത്. എൻ്റെ ഷൂസെല്ലാം കണ്ടോ? ഓക്കെ. ഇനിയിപ്പോൾ ആരെങ്കിലും ഫോട്ടോ എടുത്തിട്ട് മല്ലു റൈഡിങ് കേസില്ലാണ്ട് വണ്ടി ഓടിക്കുന്നത് കണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കട്ടോ, ഇതിനു വേണ്ടി കൊണ്ടുപോകുന്നത്, പാക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് ഇവിടുന്ന് നമുക്ക് പോകേണ്ടത് പനവേലാണ്. ഏകദേശം ഒരു 35 കിലോമീറ്റർ ഉണ്ട്. പനവേൽ പോയി അവിടെ കൊടുത്തു. എന്നിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അവർ പറയുന്നത് എന്നുള്ളത്. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ മെയിനായിട്ട് കാണിക്കാൻ പോകുന്നത് വണ്ടി മുംബൈയിൽ നിന്ന് കാർഗോ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. മഴയൊന്നുമില്ല കേട്ടോ, നല്ല കാലാവസ്ഥയാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ അവിടെ 2 പേരൊക്കെ ഉണ്ട്. അവർ ശരിക്കും എനിക്ക് റൂട്ടൊക്കെ പറഞ്ഞ് നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ വണ്ടി കാണുമ്പോൾ ആൾക്കാർ ഓബിയസ്ലി വന്ന് ചോദിക്കുന്നുണ്ട് എങ്ങോട്ടാന്നൊക്കെ. ഇത് സെക്യൂരിറ്റീൻ്റെ പരിശോധനയാണ്. ശരിക്കും ഈ മുംബൈയിലെന്നല്ല, ഈ മഹാരാഷ്ട്രയിൽ ഞാൻ കയറിയെടുത്തോളം വൃത്തിയായിട്ട റോഡുകളാട്ടോ. അപ്പം കർണാടക ആയിക്കോട്ടെ, അടുത്ത സംസ്ഥാനങ്ങളായ ഗുജറാത്തിലായിക്കോട്ടെ, എല്ലാം നല്ല റോഡുകളാണ്. പക്ഷേ ഈ മഹാരാഷ്ട്രയിൽ മാത്രം ഇങ്ങനത്തെ പ്രശ്നം മനസ്സിലാകില്ല. ഫുള്ള് ട്രാഫിക് ബ്ലോക്കും ഹ്യൂമിഡിറ്റിയും റോഡും. സംഭവം വലിയ സിറ്റിയാണ്, ഒരുപാട് പോപ്പുലേഷനുള്ള സിറ്റിയാണ്. ഒരുപാട് ഫിലിം ആക്ടേഴ്സും അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരനൊക്കെ താമസിക്കുന്ന സിറ്റിയാണ്. പക്ഷേങ്കിൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല കേട്ടോ റോഡിൻ്റെ കാര്യത്തിൽ. നിങ്ങളെന്ന് നോക്ക്, ഇത് മുംബൈ സിറ്റിയിൽ നിന്ന് എത്രയോ കിലോമീറ്റർ പുറത്തുള്ളത് പനവേലിലേക്ക് പോകുന്ന റോഡാണ്. ഇതിൻ്റെ ഒക്കെ ഒരു സിറ്റുവേഷൻ നോക്കിയാൽ ഒരുപാട് ബമ്പുണ്ട്. അതെന്തിനാണ് മനസ്സിലാവില്ല, വെറുതെ എങ്കിലും. ഈ ചങ്ങാതി കണ്ടോ, കൈ പുറത്തേക്ക് ഇട്ടിട്ട് ഇങ്ങനെ സിഗരറ്റും വലിച്ചിട്ട് പോകുന്നത്. അല്ലെങ്കിൽ ഒടുക്കത്തെ ചൂടാ. ഈ ചൂടിൽ ഇവനെങ്ങനെ സിഗരറ്റിൻ്റെ ചൂട് കൊടുത്തേ അവൻ നിലത്തിട്ടു, അവനൊരു താഴെ ഇട്ട്. കേരളത്തിലായിരുന്നെങ്കിലോ ഇപ്പം സൈഡാക്കി അവന് തന്തക്കും തള്ളക്കും വിളിക്കുന്ന ടൈം വരും. കാരണം അതൊരു തരത്തിൽ ഉപദ്രവമാണ്. ഈ സിഗരറ്റിൻ്റെ പൊടി ഇങ്ങനെ തട്ടിക്കൊണ്ടേയിരിക്കും. തട്ടുമ്പോൾ നമ്മളത് ബൈക്കേഴ്സിൻ്റെ ഒക്കെ ശരീരത്തിലൊക്കെ വന്ന് വീഴുന്നത്. അല്ലെങ്കിൽ ഈ സ്മോക്കിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞൊരു വൃത്തിയായിട്ട പരിപാടിയാണ്. കാരണം ഈ സ്മോക്ക് ചെയ്യുന്ന ആൾക്കാർ ചെയിൻ സ്മോക്കേഴ്സൊക്കെയാണ് അവരുടെ വീട്ടിലെ ടോയ്ലറ്റ്, അവരുടെ വായ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ട്രാവലൊക്കെ പോയി കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ടി സ്പെഷ്യൽ ടൈം കണ്ടെത്തേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് നെഗറ്റീവ് വശങ്ങൾ സ്മോക്കിങ്ങിനുണ്ട്. ഇതുകൊണ്ട് എന്ത് മെച്ചം കിട്ടുമെന്ന് എനിക്കറിയില്ല. ഞാൻ സ്മോക്ക് ചെയ്തിട്ടില്ല, സ്മോക്ക് ചെയ്യാൻ താല്പര്യമില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതിൻ്റെ ആവശ്യമില്ല. പലരും പറയുന്നത് റിലാക്സ് കിട്ടുന്നുണ്ട്, പക്ഷേ എനിക്ക് റിലാക്സ് അല്ലാതെയും കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ വെറുതെ സ്മോക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ ലൈഫിൻ്റെ ഒരു വിലപ്പെട്ട കുറേ സമയങ്ങൾ നമ്മൾ ആർക്കോ വേണ്ടി ചിലവാക്കുന്ന ഇതിനു വേണ്ടിയിട്ട്.
നല്ല ചെറുങ്ങനെ മഴ പെയ്യുന്നുണ്ട്. മഴത്തുള്ളികൾ ഇങ്ങനെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ക്യാമറ ലെൻസിനുള്ള കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് കുറച്ച് പൊടി ഒഴിവായി കിട്ടി, അത്ര തന്നെ. പിന്നെ മൊബൈൽ പ്രശ്നമാണ്. ഏഴര കിലോമീറ്റർ കൂടി ഓടാണ്ട്. വാവ്, കണ്ടിട്ട് മഹാരാഷ്ട്ര നാഷണൽ ഹൈവേ പോലെ ഉണ്ട്. പൊടി പിടിച്ചാൽ നല്ല അടിപൊളി ഹൈവേ കേട്ടോ. ഞാൻ വിചാരിച്ചാൽ നമ്മുടെ നാട്ടിൽ മാത്രം ഓഫ് റോഡ് ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്, നോക്കുമ്പോൾ മഹാരാഷ്ട്രയിലും കൊടുക്കുന്നുണ്ട്. ജാക്കറ്റ് ഇട്ടിട്ടില്ല, ഒന്നും ഇട്ടിട്ടില്ല. എൻ്റെ മോനെ, വെള്ളം കിട്ടാനായിട്ട് ഒഴിവാക്കി കിണർ വരുന്നുണ്ടാണോ? എൻ്റെ ഗൂഗിൾ ചേച്ചി പണി ഇങ്ങനെ തരണേനോ? വല്ലാത്തൊരു പണിയായപ്പോല്ലോ. ഏടിയോളി ഇവർ ഈ പണ്ടാര ഓഫീസ്. ഇങ്ങനെ റോഡ് കഴിയുമ്പോൾ എല്ലാവരും കെയർ ചെയ്യണം കേട്ടോ. കയറ്റി വണ്ടി വെച്ചിട്ട് നോക്കും അടുത്തോട്ട് വണ്ടികൾ വരുന്നുണ്ടോ. എന്നിട്ട് ആ വണ്ടികളെല്ലാം പോകാൻ വിട്ടിട്ട് കയറും. കാരണം മസിൽ പിടിക്കണ്ട വണ്ടിയാണ്, ലോറിയല്ലാണ്. ബ്രേക്ക് ചോട്ടി കിട്ടിയില്ലെങ്കിൽ നമ്മൾ അടിച്ചു പോകും. കാരണം കഴിഞ്ഞ ദിവസം ഞാനൊരു വാർത്ത കണ്ടിട്ട് അങ്ങനെ ഒരു കുട്ടി ആരും മരിച്ചിട്ട്. റോഡുമ്പോൾ ആരും മസിൽ പിടിക്കാൻ നിൽക്കണം, ഒഴിവാക്കി വിട്ടു കൊടുത്തേ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കണ്ടെയ്നർ യാർഡുകളാട്ടോ കംപ്ലീറ്റ് കേട്ടോ. വെറുതെ അല്ല, റോഡൊന്നും നല്ലതല്ലാത്ത. കാരണം കംപ്ലീറ്റ് കണ്ടെയ്നർ വെഹിക്കിൾസ് മാത്രമേ വരുന്നുള്ളൂ. നമ്മളങ്ങനെ ഇവിടെ എത്തി. ഒരു JWR എന്ന് പറഞ്ഞൊരു ഷിപ്പിംഗ് കമ്പനി എടുത്തുള്ളത്. പിന്നെ ഇത് മൊത്തം സാധനങ്ങൾ എടുക്കാൻ വരുന്ന ഇതാട്ടോ. അപ്പം ഞാൻ അവരെ വിളിച്ചിട്ടുണ്ട്. അവരിപ്പോൾ ഇങ്ങോട്ടേക്ക് വരും. ഒരു 10 മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ബൈക്ക് അകത്തോടെ കയറ്റുന്നില്ല. മൂപ്പർ പറഞ്ഞ ബൈക്ക് പുറത്ത് വെച്ചിട്ട് പോയാൽ മതി. ഞാൻ പറഞ്ഞു സാറേ, ഈ ബൈക്ക് തന്നെയാണ് കയറ്റി അയക്കേണ്ടത്, ഇതാണ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഇപ്പം നോക്കുന്നത് ഇത് പ്രൊഡക്റ്റോ. അപ്പം അവർ വരട്ടെ, നമുക്കതിൻ്റെ ബാക്കി പ്രൊസീജിയേഴ്സ് അവരെങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ക്ലിയറൻസ് ചെയ്യുന്നതിൽ ഞാൻ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു കേട്ടോ. പക്ഷേ നമ്മളെ ചങ്ങായി വന്നു. മുമ്പ് പറഞ്ഞത് ഗേറ്റ് പാസ് ആക്കിയിട്ടില്ല. അപ്പം ഗേറ്റ് പാസ് ആക്കണമെങ്കിൽ എന്തായാലും ഒരു അരമണിക്കൂർ എടുക്കുന്നതാണ്. ഞാനാണെങ്കിൽ പൊടിയും മണ്ണും ചൂടും സഹിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഓഹോ, ഒന്നും കഴിയില്ല കേട്ടോ. വണ്ടി എല്ലാവരും നോക്കുന്നുണ്ട്, ഞാൻ വണ്ടി നോക്കി നിൽക്കുന്നില്ല. ആരെങ്കിലും തട്ടുകൊണ്ടോ നിൽക്കുന്നത് ഭയങ്കര റഷാണ്. ഭയങ്കര റഷ് വെച്ചാൽ ശരിക്കും അങ്ങനത്തെ ഒരു ഏരിയ, അത്രയ്ക്ക് ചൂടും പൊടിയൊക്കെയാണ്. അത് ഇനിയും ലേറ്റ് ആകും കേട്ടോ. ഏകദേശം 3/4 മണിക്കൂർ ഞാൻ വെയിറ്റ് ചെയ്തു. പക്ഷേ എങ്കിൽ ഇനിയും ലേറ്റ് ആണെന്ന് അവർ പറയുന്നത്. ബൈ എ ബി ഡാലോണോ ഇത്? ഞാൻ ഇവിടെ ഫുഡ് കഴിക്കുന്നത് കേട്ടോ. ഓ ഏ വാല സബ് ഡാലോണോ. ഇത് ഞാൻ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ പുറത്ത് വന്നിട്ടുള്ളത്. അവിടെയാണ് നമ്മുടെ സംഭവം. ഇതാണ് ഈ ഒരു ഏരിയ. വലിയ വൃത്തിയൊന്നും പ്രതീക്ഷിക്കണ്ട, പക്ഷേ വിശന്നിട്ട് കണ്ണു കാണുമ്പോൾ പിന്നെ എന്ത് വൃത്തി വന്നിന്. അപ്പോൾ ഇവർ നല്ല ചട്നിയൊക്കെ സെറ്റാക്കി തരുന്നുണ്ട്. ഇത് കിട്ടിയാൽ പുല്ലും തിന്നുന്നല്ലേ. നമ്മൾ എന്ത് കിട്ടിയാലും തിന്നേക്കും, അത്ര തന്നെ. താങ്ക് യു ഭയ്യ. തിന്നോക്കെ എന്താ അവസ്ഥ ആണല്ലോ. അടിപൊളി ഉണ്ടാവും. നമ്മളെ ബ്രെഡ് അതിൻ്റെ ബന്നിൻ്റെ ഉള്ളിൽ വട വെച്ചിട്ട് ഒരു സോസ് വെച്ചിട്ട് കഴിക്കട്ടെ. നമുക്ക് ഇനി വെയിറ്റ് ചെയ്യാം, എത്ര ടൈം എടുക്കും നോക്കാം. അങ്ങനെ 1 മണിക്ക് വെയിറ്റ് ചെയ്തിട്ട് 4:30 മണിക്ക് ചങ്ങാതി ബോർഡിംഗ് പാസുമായിട്ട് വന്നു. ഓ എൻ്റെ മോ,
എന്ത് പ്രശ്നം എന്നറിയോ, കാത്തു നമ്മൾ വണ്ടിയാണെങ്കിൽ നോക്കിയാൽ ആമിനാൻ്റെ കോലം നോക്കിയാൽ പൊടിന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് പൊടി. ഇത് ഫുള്ള് പൊടി പിടിച്ചിട്ട് അലാക്കാനി ഈ കണ്ടീഷനുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ എടുത്ത് ഉള്ളിലേക്ക് കയറാം. ഇതിനുള്ളിൽ ക്യാമറ അലൗഡ് ഇല്ല കേട്ടോ, ക്യാമറ എന്നോട് ഓഫാക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനതിനെ പുറത്തതിൽ കാണിച്ചിട്ട് മഴയും പെയ്യുന്നുണ്ട്. അങ്ങനെ ഉള്ളിലെത്തി, വണ്ടി ഇവിടെ വെച്ചു, കംപ്ലീറ്റ് സാധനങ്ങൾ ഞാൻ പാക്ക് ആക്കിയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. എൻ്റെ ജാക്കറ്റ്, ഷൂ ഒക്കെ ഇവിടെ ടൈ ചെയ്തിട്ടുണ്ട്. ഹെൽമെറ്റ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. താക്കോൽ അവർക്ക് കൊടുക്കണം, അതുകൊണ്ട് താക്കോൽ ഇവിടെ വെക്കുന്നുണ്ട്. പിന്നെ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇതാണ് സംഭവം. ഇവർ ഇത് എന്ത് ചെയ്യുന്നത് വെച്ചാൽ വലിയൊരു പെട്ടിയിൽ കേജിൻ്റെ ഉള്ളിലാക്കിയിട്ട് പിന്നെ അത് അങ്ങനെ തന്നെ എടുത്ത് ഷിപ്പിൽ കയറ്റി കൊടുക്കും കേട്ടോ. അപ്പം 5-ാം തീയതിയാണ് മുംബൈയിൽ നിന്നും ഷിപ്പ് പുറപ്പെടുന്നത്. 14-ാം തീയതിയോട് കൂടിയിട്ട് ഒമാനിലെത്തും. ഏകദേശം 9-10 ദിവസം ടൈം എടുക്കുന്നുണ്ട്. ഇതിനിപ്പോൾ എനിക്ക് ചിലവായത് 97,000 രൂപയാണ് കേട്ടോ. ഞെട്ടിയോ നിങ്ങൾ? ഞെട്ടിയോ എനിക്കറിയാം. കാരണം അത് ഷിപ്പിങ്ങിൻ്റെ ചാർജും പാക്കിങ്ങിൻ്റെ ചാർജും കസ്റ്റംസ് ക്ലിയറൻസും എല്ലാം കൂടി ചേർത്ത് 97,000 രൂപയാണ് ഞാൻ കൊടുത്തത്. ആ 97,000 രൂപയ്ക്ക് ഇവർ ഇവിടുന്ന് സാധനം പാക്ക് ചെയ്ത് എനിക്ക് മസ്കറ്റിൽ എത്തിച്ചിട്ട് അവിടുന്ന് ഡെലിവറി ആക്കി തരും. അതാണ് അവിടെ ഞാൻ തമ്മിലുള്ള ഡീല് കേട്ടോ. അപ്പം വേറെന്താ പറയുക, ഒരുപാട് സങ്കടമുണ്ട്. നമ്മുടെ ആമിന ഇനി ഒരു 10-15 ദിവസം കൂടി ഉണ്ടാവില്ല, 15 ദിവസത്തോളം കൂടി ഉണ്ടാവില്ല. അപ്പം ചിലപ്പം ഞാനൊരു 3-4 ദിവസത്തിനുള്ളിൽ ഖത്തറിലേക്ക് ഓടും. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു. ഫസലിനെ വിളിച്ചാൽ മതി, ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ആമിന ബൈ ബൈ. എനിക്ക് സങ്കടം വരുന്നത് ആമിന, നീ ഇല്ലാണ്ട് 2 ദിവസം അല്ല 10-15 ദിവസം ഒരു രസം ഉണ്ടാവില്ല. ഒമാനിൽ എത്തിക്കഴിഞ്ഞാൽ അറബിയൊന്നും അറിയില്ലെങ്കിൽ നമ്മളെ ഗഫൂർക്ക പറഞ്ഞ 2 അറബി, അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം, അപ്പോൾ പഠിച്ചു വെച്ചോട്ടോ കേട്ടോ. ഓക്കെ, എല്ലാം ഓക്കെ അല്ലേ? അപ്പം ശരി, പുറത്തിറങ്ങട്ടെ. ഇനി താനെ വരെ എത്തണം. അത് ലിഫ്റ്റ് അടിച്ചിട്ടോ നടന്നിട്ടില്ല, എത്തുന്നത്. ഇത് ഏതോ ഒരു കാട്ടുമൂലയാണ്. ഇവിടെ ജീവിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ പരിതാപകരമാണ്. കാരണം ഫുള്ള് പൊടിയും മണ്ണും തിന്നിട്ട് കേട്ടോ, ഫുള്ള് പൊടിയും മണ്ണും ഇതൊക്കെ തിന്നിട്ടാണ് ഈ വളരെ പാവപ്പെട്ടവർ. നിങ്ങളൊക്കെ ഈ ലോറി ഡ്രൈവർമാരൊക്കെ ഞാൻ ഒരുപാട് അവരെ നല്ല പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ നല്ല പറഞ്ഞു. കാരണം ഇത്രയും പൊടി പിടിച്ചൊരു സിറ്റുവേഷനിലൊക്കെയാണ് അവർ ജോലി ചെയ്യുന്നത്. പക്ഷെ നമ്മളൊന്നും ആരും മനസ്സിലാക്കുന്നില്ല. ആ കുഴപ്പം. ഭക്ഷണമാണെങ്കിൽ ഞാൻ നേരത്തെ കഴിച്ച ഭക്ഷണം കണ്ടില്ലേ, മറ്റേ ആ ഒരു ഉണ്ട സാധനം, അതുപോലെ കുറച്ച് കാര്യങ്ങളായിട്ട്. ഇനി നമുക്ക് ഹൈവേ പോയിട്ട് നമുക്ക് ലിഫ്റ്റ് അടിക്കാം നേരെ താനയിലേക്ക്. വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ. ഞാനിപ്പോൾ ഹൈവേ എത്തി. ഹൈവേ എന്ന് പേരേ ഉള്ളേ, ഒന്നും പ്രതീക്ഷിക്കണ്ട. കുണ്ടും കുഴിയെല്ലാം ട്രക്കുകളെ കൊണ്ട് ലേറും കളിയും. ഓടി കിടക്കാം നമുക്ക്. ഇതിപ്പോൾ ഈ താഴേൽ ഒരു റോഡുണ്ട്, ഇവിടെ കിട്ടുന്ന പറഞ്ഞത്. വണ്ടി കിട്ടിയിട്ടുണ്ട്. अरे भैया कहाँ बैठना है? ठीक है, एक मिनट भैया, 1 मिनट है. ഓക്കെ, അപ്പോൾ എനിക്കങ്ങനെ സീറ്റെല്ലാം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ചേട്ടന്മാരൊക്കെ ഞാനിങ്ങനെ എൻജോയ് ചെയ്തിട്ട് പനവേലിൽ പോയിട്ട് അവിടുന്ന് നേരെ ഇനി താനെ എത്തണം. അടിപൊളി, ഹാപ്പി. അപ്പം എന്താ പറയുക, വേറൊന്നും പറയാനില്ല. പിന്നെ ഇതാണ് ഒരു സങ്കടമുണ്ട് അമിന പോയതുകൊണ്ട്. ഇനി ഏതായാലും നാളെയോ മറ്റന്നാളെയോ കൂടി ഇവിടുന്ന് എക്സിറ്റ് ആവും, ഖത്തറിലേക്കോ മറ്റോ പോകും കേട്ടോ. എല്ലാവരും ഇന്നത്തോടു കൂടി നമ്മുടെ കേരള ടു യൂറോപ്പ് എപ്പിസോഡ്സ് ഫസ്റ്റ് പാർട്ട് ഇവിടെ തീർന്നു. സെക്കൻഡ് പാർട്ട് ആമിന യൂറോപ്പ്, ഇവിടെ ആമിന ഒമാനിലെത്തിയ മാത്രമേ സെക്കൻഡ് പാർട്ട് ഉണ്ടാവും. അതിനിടയിൽ ഞാൻ എന്തായാലും ഖത്തർ ബേസ്ഡ് വ്ളോഗോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള വ്ളോഗുകളൊക്കെ ചെയ്യാൻ പറ്റും നോക്കാം കേട്ടോ. ചാനൽ എന്തായാലും ഡെയിലി വീഡിയോസ് വേണമല്ലോ. ഓക്കെ, പിന്നെ അതുപോലെ ഞാനിപ്പോൾ ഒരു കാര്യം ആലോചിക്കലാണ്. കാരണം നമ്മുടെ ബിനീഷ് ബാസ്റ്റിൻ ബ്രോനെ ഒരു കാര്യത്തിൻ്റെ പേരിൽ അവഗണിച്ചൊരു വ്യക്തി ഉണ്ടല്ലോ. ആ വ്യക്തിയൊക്കെ ഇവിടെ വന്ന് എങ്ങനെ ജീവിക്കുക? കാരണം ഞാൻ കണ്ടില്ലേ, ഞാൻ ഇവിടെ ആൾക്കാരുടെയൊക്കെ ബായ് ആയിട്ട് ഞാൻ ജീവിക്കുന്നത്. എല്ലാവരും നമുക്ക് നിറമോ ജാതിയോ അല്ലെങ്കിൽ നമുക്ക് പണമോ ഒന്നും വിഷയമില്ല. എല്ലാം മനുഷ്യന്മാരാണ്. ഒരു മനുഷ്യന്മാരാണ് എന്നുള്ള ഒരൊറ്റ ഒരു ഇതിൽ മാത്രം എല്ലാവരുടെ ഇത്ര സൗഹൃദത്തോട് പെരുമാറുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ചങ്ങായിനൊക്കെ കൊണ്ടുവന്ന എന്തൊരു അവസ്ഥ. മൂപ്പരൊക്കെ എപ്പോഴും തൂങ്ങിച്ചാവില്ലേ? ഇവിടെ മൂപ്പര് പറയുമോ ഈ വണ്ടിയിൽ എനിക്ക് ഇരിക്കാൻ പറ്റില്ല എന്ന് ഡ്രൈവറോട് പറയുമോ, നിങ്ങൾ ഇവരൊക്കെ ഇറക്കി വിടും, എനിക്ക് മാത്രമായിട്ട് ഈ വണ്ടി സെറ്റാക്കി തരണം പറയുമല്ലോ. അതാണ് നമ്മളൊക്കെ മനുഷ്യന്മാരാട്ടോ. ജസ്റ്റ് തോലൊന്ന് മുറിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ചുവന്ന ചോരയും ഒരേ കളറുള്ള എല്ലും ഒരേ കളറിൽ ഇറച്ചിയുമാണ്. പുറത്ത് മാത്രമേ കുറച്ച് വ്യത്യാസമുള്ളൂ. പണം
പിന്നെ നമ്മുടെ അച്ഛനമ്മമാരുണ്ടാക്കി വെച്ചതുകൊണ്ട് നമ്മളിങ്ങനെ ചെറുപ്പത്തിലെ പണക്കാരായിട്ടും. ചില ആൾക്കാർ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കും, ചില ആൾക്കാർ കഷ്ടപ്പെടാനും ഒന്നും വകയുണ്ടാവില്ല, അതുകൊണ്ട് അവർ പാവപ്പെട്ടവരായിട്ട് നിൽക്കും, അത്ര തന്നെ. പക്ഷെങ്കിൽ നമ്മളൊക്കെ മനുഷ്യരാണ്, ആ ചിന്ത മനസ്സിലുണ്ടായാൽ മതി. വേറൊന്നും പറയാനില്ല, നേരെ റൂമിലേക്ക് പോയിട്ട് കിടന്നുറങ്ങട്ടെ. നമുക്ക് ഇനി ഖത്തർ വ്ളോഗുമായിട്ട് കാണാം. ബൈ. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.